തെളിച്ചമേകാൻ പൊൻപുലർക്കാലം വെളിച്ചമാകുമ്പോ നുറുങ്ങുവെട്ടം പക്ഷിപരാഗം തെളിച്ചു കാട്ടുമ്പോ വരുന്നു ദൈവം മനസ്സിനുള്ളിൽ തിളക്കമേകിടാൻ തരുന്നു ധ്യാന പ്രകാശമാർക്കും വിളക്ക് വയ്ക്കുമ്പോൾ നുറുങ്ങുവെട്ടം ഇറങ്ങിടട്ടെ ഹൃദന്തമെല്ലാം യുഗപ്രകാശത്താൽ മറഞ്ഞിടട്ടെ മനാന്ധകാരം യുഗപ്രസാദത്താൽ നുറുങ്ങുവെട്ടം. സ്നേഹമുള്ളവരെ, ക്രിസ്തു കുനിഞ്ഞ് വിരൽ കൊണ്ട് നിലത്തെഴുതിക്കൊണ്ടിരുന്നു. ഒരു സ്ത്രീയെ ആൾക്കൂട്ടം കല്ലെറിയുകയാണ്. മോശയുടെ നിയമമനുസരിച്ച് ഇവളെ കല്ലെറിയണം, നീ എന്ത് പറയുന്നു? അവരുടെ ചോദ്യത്തിന് മുന്നിൽ ക്രിസ്തു വിരൽ കൊണ്ട് നിലത്തെഴുതുകയാണ്. മനുഷ്യൻ്റെയും കോടതിയുടെയും വിധിയനുസരിച്ച് ദൈവത്തിൻ്റെ അതുവരെ മനുഷ്യൻ മനസ്സിലാക്കിയ സ്നേഹമനുസരിച്ച് ആ സ്ത്രീയെ കല്ലെറിയണം. അത്രമാത്രമേ സ്നേഹത്തിന് സഞ്ചരിക്കാനാവൂ. അതിനുമപ്പുറം മറ്റെന്തോ പരതിക്കൊണ്ട് ക്രിസ്തു എഴുതുന്നു. ഒടുവിൽ അവൻ പറഞ്ഞു, നിങ്ങളിൽ പാപം ചെയ്യാത്തവൻ കല്ലെറിയട്ടെ. വിരലുകൾ ചോർന്ന് കല്ലുകൾ ഊർന്നുപോയി, എല്ലാവരും മടങ്ങുന്നു. ഒടുവിൽ അവനും അവളും മാത്രം. കരഞ്ഞുകൊണ്ട് കൈകൂപ്പി നിന്ന അവൾ നിലത്തേക്ക് നോക്കി. അവിടെ ഒരു പദം, കരുണ. കരുണയെന്നല്ലാതെ മറ്റെന്തെഴുതാനാണ്? ഇന്ന് നമുക്ക് ധ്യാനിക്കാൻ ഈ ഒരു ചെറിയ വാക്കാണ്. നമ്മൾ ഓരോരുത്തരും നിൽക്കുന്ന നിലത്തേക്ക് നോക്കുക. അവൻ കരുണയെന്നെഴുതിയിരിക്കുന്നു. ഇക്കാലമത്രയും ജീവിച്ചത് അവകാശമല്ല, അർഹത കൊണ്ടല്ല, ചെയ്തതൊന്നും നമ്മുടെ ആരുടെയും അവകാശമോ അർഹതയോ അല്ല, മറിച്ച് ദൈവകരങ്ങളിലൂടെയുള്ള ഒരു സഞ്ചാരം. നടന്നുപോയ ഓരോ പാദമുദ്രകളിലും എഴുതി ചേർത്തിരിക്കുന്നു ക്രിസ്തുവിൻ്റെ ആ മൃദുപദം, കരുണ. കരുണയെന്നെഴുതിയ നിലത്തു ഞാൻ നിൽക്കുന്നു. കടൽ തിര മായ്ക്കാത്ത കരുണയിൽ നിൽക്കുന്നു. കഴിഞ്ഞ കാലങ്ങളെ മിഴിചായ്ച്ചു നോക്കിയാൽ കരുണയെന്നല്ലാതെ മറ്റെന്ത് കാണും ഞാൻ? സ്നേഹപൂർവ്വം.